ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ടെറസ് കിച്ചണിൽ തന്നെയാണ്. ഞാൻ കുറേ ദിവസമായില്ലേ ടെറസ് കിച്ചണിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നു. നമ്മുടെ താഴത്തെ കൊച്ചടുക്കളയിൽ പോയിട്ട് കുറേ ദിവസമായി. ഒരു കുറച്ച് ദിവസം കൂടെ കേട്ടെ നമുക്ക് താഴത്തെ കിച്ചണിൽ പോയി കുറച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കിലേക്കാണ് ഞാൻ പോകുന്നത്. എളുപ്പമുള്ള സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ ഇത് ഒരു എന്താ പറയണ്ടേ, അപ്പോൾ വടയാണോ എന്ന് വെച്ചാൽ വടയല്ല, കട്ട്ലേറ്റ് ആണോ എന്ന് വെച്ചാൽ കട്ട്ലേറ്റ് ആണോ അല്ല, പക്ഷേ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ ഒരു കട്ട്ലേറ്റ് മാതിരി ഇരിക്കും. പക്ഷേ ഇത് ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഇതിൻ്റെ പേര് ഉരുളക്കിഴങ്ങ്, അതായത് പൊട്ടറ്റോ ചോപ്സ് എന്നാണ്. സത്യം പറഞ്ഞാൽ ചോപ്സ് ആണ്. അപ്പോൾ ഈ പൊട്ടറ്റോ ചോപ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കൽക്കട്ടയിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട്. അവിടുത്തെ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് സ്ട്രീറ്റ് ഫുഡായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് ചോപ്സ്. അത് ചിക്കൻ ചോപ്സ്, പല നോൺ വെജ് ചോപ്സും ഉണ്ട്. ഏതാണ്ട് അതുപോലെ ഒരു കാര്യം, അതായത് കട്ട്ലേറ്റ് മാതിരി തന്നെ ഇരിക്കും, പക്ഷേ ഇങ്ങനെ ഒരു ബാറ്ററൊക്കെ പൊതിഞ്ഞ് വറുത്തെടുക്കുന്ന ഒരു കാര്യം. ഏതാണ്ട് കട്ട്ലേറ്റ് പോലെ തോന്നും, പക്ഷേ എന്നാൽ അതല്ല. ഇത് അതുപോലെ ഇതൊരു വെജിറ്റേറിയൻ ചോപ്സ് ആണ്, അതായത് പൊട്ടറ്റോ ചോപ്സ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് 2 വലുത് ഞാൻ ഓൾറെഡി കുറച്ച് സമയം ലാഭിക്കാൻ വേണ്ടി പുഴുങ്ങി വെച്ചിട്ടുണ്ട്, തൊലിയെല്ലാം കളഞ്ഞിട്ട്. അപ്പോൾ ഒരല്പം ചൂടോടുകൂടി മാഷ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഉടച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ സവാളയൊന്നും നമുക്ക് ചേർക്കണ്ട. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഈ 3 കാര്യങ്ങൾ. സാധാരണ വെളുത്തുള്ളി അങ്ങനെ ചേർക്കാറില്ലല്ലോ കട്ട്ലേറ്റ് ആണെങ്കിലും ഒക്കെ. നോൺ വെജിലൊക്കെ ചേർക്കാമെങ്കിലും വെജിറ്റേറിയൻ കട്ട്ലേറ്റിൽ നമ്മൾ വെളുത്തുള്ളി ചേർക്കാറില്ല. പക്ഷേ ഇത് കട്ട്ലേറ്റ് അല്ല, വ്യത്യാസമുണ്ട്. പക്ഷേ ഈ വെളുത്തുള്ളി ഇതിൽ ചേർക്കുന്നത് കൊണ്ട് അതിൻ്റെ സ്വാദ് കൂടും, ഒരു കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റായിട്ട് മാറും. അപ്പോൾ ഇതിലിപ്പോൾ 1.5 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും, പിന്നെന്താ ഇഞ്ചി അത്രയും വേണ്ട, 1 ടീസ്പൂൺ മതി. പിന്നെ പച്ചമുളക്, 2 പച്ചമുളക് ഇത്ര അരിഞ്ഞ് വയ്ക്കണം. ഞാൻ എൻ്റെ മോതിരമൊക്കെ ഊരിക്കൊണ്ടിരിക്കാം. ഇനി മാഷിങ് ആൻഡ് കുഴക്കൽസൊക്കെ പോകുമല്ലേ, അപ്പം എന്തായാലും റിങ്ങിട്ടിട്ട് വേണ്ട. ഓക്കെ, നോക്കിക്കോളൂ. അപ്പോൾ ഞാനിത് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞു ഓൾറെഡി. ഇത് ചെറുതായിട്ട് ഫൈനലി ചോപ്ഡ്. ഇത് 2 വലിയ ഉരുളക്കിഴങ്ങായിരുന്നു. ഞാനതൊന്ന് ഉടയ്ക്കാൻ പോകും. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുക. ഒരു പൊട്ടറ്റോ മാഷർ വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു തടിത്തവിയോ അല്ലെങ്കിൽ ഒരു ഉണ്ടത്തവിയോ എന്തെങ്കിലും വെച്ച് വേണമെങ്കിലും മാഷ് ചെയ്യാം. ഇനി ഇതിലേക്കാണ് നമ്മൾ ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അത് 1 ടീസ്പൂൺ. പിന്നെ 1.5 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളകും കൂടി ചേർക്കുക. 2 ഉണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഗരം മസാലപ്പൊടി ഏതാണ്ടൊരു 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ആകാം. ഇനി എന്താണ്, ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. ഇത്രയും കാര്യങ്ങൾ വന്നാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവൂ. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനൊരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ആ ഗരം മസാലയുടെ ഒരു മണവും രുചിയും കൂടാതെ ആ വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. സോ നമ്മളുടെ ഉരുളക്കിഴങ്ങ് ചോപ്സിൻ്റെ കാര്യം ഏതാണ്ട് റെഡിയായി. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ചോപ്സിൻ്റെ ഉള്ളിൽ വരുന്ന ഭാഗം കറക്റ്റായിട്ട് റെഡിയായി. ഇതിൻ്റെ സ്വാദം എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്, ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഉപ്പ് കറക്റ്റാണോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഒരല്പം കൂടി ആവാൻ തോന്നുന്നു. ആ ഗാർലിക്കിൻ്റെ, അതായത് വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റും അതിനോട് കൂടെ നമ്മുടെ ഗരം മസാലപ്പൊടിയുടെ ടേസ്റ്റും കൂടെ വരുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു സ്വാദാണ്. എന്ന് കൈ കഴുകിയിട്ട് വരട്ടെ. അപ്പോൾ ഏകദേശമായി. ഉപ്പിൻ്റെ പരിപാടിയും കൂടി ചേർത്താൽ മാത്രം മതി ഇതിനകത്ത് മിക്സിങ്. സോ റെഡിയാണ്. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിന് കടലമാവും, 1 കപ്പ് കടലമാവ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ 1 കപ്പ് കടലമാവ് ഞാൻ എടുത്ത് വെച്ചു. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. ഓക്കെ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഏതാണ്ടൊരു 3/4 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ ബിരിയാണി മുളകിൻ്റെ പൊടിയാണ് ഇപ്പോൾ ചേർക്കാൻ പോണത്. അത്യാവശ്യം സ്പൈസി ആണ് കാര്യങ്ങൾ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ബാറ്ററിന് ആവശ്യമുള്ള ഉപ്പ്. ഓക്കെ, വേണമെങ്കിൽ 2ാമത് ചേർക്കാം. ഇനി ഇത് കുറച്ച് കുറുകിയ ബാറ്ററായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കണം. വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ആവശ്യാനുസരണം. ആദ്യം ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് പിന്നെ ആവശ്യാനുസരണം വെള്ളം ഒഴിക്കും. ഒരല്പം കൂടി വെള്ളമാകാം.
ഓക്കെ, ദിസ് ഇസ് ഓൾമോസ്റ്റ് ഡൺ. അപ്പോൾ നമ്മളുടെ ബാറ്റർ ഈസ് റെഡി. ഇതേ കണ്ടില്ലേ, ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ്, പക്ഷേ ഭയങ്കര ഓവറായിട്ട് വെള്ളം പോലെ ആകരുത്. ഇച്ചിരി തിക്കായിട്ടുള്ളൊരു മാവായിട്ട് ബാറ്ററായിട്ടാണ് കലക്കേണ്ടത്. കാര്യം നമ്മൾ ഈ ഉരുളക്കിഴങ്ങിനെ ഇനി പാറ്റീസ് ആക്കും. പാറ്റീസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ബർഗറിൻ്റെ അകത്തൊക്കെ വെക്കുന്ന പാറ്റീസ് പോലെ നമ്മൾ ഉരുളക്കിഴങ്ങിനെ കട്ട്ലേറ്റ് മാതിരി ഒരു ഷേപ്പാക്കും. എന്നിട്ട് ഈ ഒരു മാവിൽ മുക്കിയിട്ടാണ് എണ്ണയിലിട്ട് വറുത്ത് വരുന്നത്, കട്ട്ലേറ്റ്സ് ഒക്കെ വറുക്കുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഇനി എണ്ണ ചൂടാക്കാൻ വെക്കുന്നത്. ഇനി ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഉരുളക്കിഴങ്ങിനെയൊക്കെ പാറ്റീസായിട്ട് ഞാൻ ഷേപ്പ് ചെയ്ത് വെക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് എണ്ണ ചൂടാക്കും. അത്തരം കാര്യങ്ങൾ. ഓക്കെ, അതിന് മുന്നേ കൈ കഴുകണം. ഇനി എണ്ണ ഒഴിച്ച് വെക്കാം. ഓക്കെ, ചൂടാക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി എണ്ണ ചൂടാക്കാൻ വെച്ചു. ഇനി പാറ്റീസ് ഷേപ്പ് ചെയ്യാം ഉരുളക്കിഴങ്ങിനെ. ഓക്കെ, ബാറ്റർ റെഡി, എവറിത്തിങ് ഈസ് റെഡി. സാധാരണ കട്ട്ലേറ്റ്സ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ആ സൈസിനുള്ള ബോൾ എടുക്കുക. അത്യാവശ്യം കട്ടിയിൽ തന്നെ ചെയ്യാം, ഒരുപാട് തിന്നാക്കണ്ട. ഇതാണ് അതിൻ്റെ ഒരു സൈസ്. ഇതുപോലെ ബാക്കിയിരിക്കുന്നതും അങ്ങനെ തന്നെ ഞാൻ ഉരുട്ടി വയ്ക്കാൻ പോണു. അത്യാവശ്യം നല്ലൊരു വലിയ നാരങ്ങയുടെ വലിപ്പം, പിന്നെ കട്ടി ഒരുപാട് തിന്നാക്കുന്നില്ല, അത്യാവശ്യം കട്ടിയുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലും അളവിൽ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് 8 പൊട്ടറ്റോ ചോപ്സ് കിട്ടി. അപ്പം നമുക്ക് ആ സൈസ്, ഇത്രയും സൈസ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 10 വരെ ആക്കാം. നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടാകട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്റാണ്. ഇതിന് വേറെ പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ്. നമ്മൾ ഉരുളക്കിഴങ്ങ് ബോണ്ടയൊക്കെ ചെയ്യാറില്ലേ സാധാരണ, അതിനെക്കാട്ടിലും വേറൊരു ലെവലാണിത്. അതിനെക്കാട്ടിലും ഈസിയാണോ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒട്ടും പാടില്ല. കൂടാതെ ടേസ്റ്റ് അപ്പാര ടേസ്റ്റാണ്. ബോണ്ടയുടെ ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എണ്ണ നല്ല ചൂടാക്കണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ല ചൂടായി. അപ്പോൾ ഞാൻ ഇച്ചിരി നമ്മളിങ്ങനെ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാവ് ഒരല്പം ഒഴിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ മാവ് പൊങ്ങി വരും. അത് കഴിഞ്ഞാൽ എണ്ണ ചൂടായി നിർത്തും. അത് കഴിഞ്ഞാൽ തീ ഒന്ന് കുറയ്ക്കുക, ഒരു മീഡിയം ലോയിലേക്ക് മാറ്റണം. ഞാൻ നോക്കട്ടെ, നോക്കിക്കോളൂ എങ്ങനെയാണെന്ന്. നല്ല പുള്ളി പൊങ്ങി വരുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ കറക്റ്റായി നിർത്തും. ഇനി ഞാൻ ചെയ്യാൻ പോകണം, നോക്കിക്കോളൂ. അപ്പോൾ ഒരു പാറ്റി എടുക്കുക, എന്നിട്ട് മാവിലേക്ക് ഒന്ന് റോൾ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇടാം. ആ കവറിങ്ങോടുകൂടി അത്യാവശ്യം നല്ല കട്ടിയിലാണ് നമ്മൾ മാവ് എടുത്തിരിക്കുന്നത്. ഒരുപാട് ലൂസല്ല, അങ്ങനെ ഒരുപാട് ലൂസ് വേണ്ട. അപ്പോൾ നല്ലൊരു കവറിങ് ഇതിന് കിട്ടും. രണ്ട് സൈഡിലും അത്യാവശ്യം നല്ല കവേർഡായി. ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇട്ടത്. ഇപ്പം ഞാനത് ഹൈ മീഡിയം ആക്കിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൻ്റെ കുറച്ചുകൂടെ ഹയർ വേർഷൻ, കുഴപ്പമില്ല. ഒരു സൈഡ് കുറച്ചൊന്ന് മൂത്ത് കഴിയുമ്പോൾ തിരിച്ചിടാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞ് വരും അതിൻ്റെ പുറം ഭാഗം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ തിരിച്ചിടണം. ഓക്കെ, ചെറുതായിട്ട് ബ്രൗൺ ആകുന്നുണ്ടോ? യെസ്, എല്ലാം ആകും. ഒരു സൈഡെല്ലാം ബ്രൗൺ ആയി.
ഇനി മറു സൈഡും. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റും. എണ്ണ കുടിക്കൊന്നുമില്ല, പേടിക്കോ വേണ്ട. തിരിച്ചും മറിച്ചും ഇട്ട് നോക്കാം നമുക്ക്. പാകായോ? ഏതാണ്ടായിക്കൊണ്ടിരിക്കണു. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. അങ്ങനെ നമ്മളുടെ പൊട്ടറ്റോ ചോപ്സ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് എളുപ്പമെന്നറിയാം. സ്വാദെന്ന് പറഞ്ഞാൽ നമ്പർ 1 ആണ്. ബോണ്ട ആണോ എന്ന് വെച്ചാൽ ബോണ്ട അല്ല, പക്ഷേ ബോണ്ടയുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കടലമാവ്, ഔട്ടർ കവറിങ്ങിൽ, പിന്നെ ഉള്ളിലെ ഉരുളക്കിഴങ്ങ്, സാധാരണ ബോണ്ട. ഈ ബോണ്ട എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഉണ്ടാമ്പൊരിയ ബോണ്ട എന്നാണ് പറയും. ഞാൻ ആ ബോണ്ടയല്ല ഉദ്ദേശിക്കുന്നത്, ഉരുണ്ട ഷേപ്പിലിരിക്കുന്ന അകത്ത് ഉരുളക്കിഴങ്ങ് ഫില്ലിങ്ങുള്ള ബോണ്ട. ഓക്കെ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഭയങ്കര ഡിഫറെൻ്റാണ്. സ്വാദും എൻറ്റയർലി ഡിഫറെൻ്റാണ്. കാര്യം എല്ലാം ഗരം മസാലപ്പൊടി ആ വെളുത്തുള്ളിയും വരുന്നത് തന്നെ ഒരു വലിയ മാറ്റമാണ്. ആയിക്കഴിഞ്ഞു. ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം. ഓക്കെ, നോക്കിക്കോളൂ. അപ്പോൾ പുറമേ നല്ല കരുകരിപ്പായിട്ട് ക്രിസ്പി ആയിട്ടിരിക്കും. ഇതെല്ലാം ചൂടോടെ കഴിച്ചാൽ ഗംഭീരമായിരിക്കും. ഓരോന്നിൻ്റെ മൂപ്പനുസരിച്ചിട്ട് മാറ്റാം. ഏകദേശം എല്ലാം കറക്റ്റാണ്. ഇച്ചിരി കൂടെ ഒന്നുകൂടെ പരത്തി വേണമെങ്കിലും ചെയ്യാം, കുറച്ചുകൂടി കട്ടി കുറച്ച്. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഫോമാറ്റ്. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു പരന്ന ബോണ്ട മാതിരി. നൈസ്. ഓക്കെ, ഒട്ടും എണ്ണ കുടിക്കില്ല. അതേ നോക്കിയേ. അപ്പം ഇനി 2 എണ്ണം ബാക്കിയുണ്ട്, അതും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഓക്കെ, അതിനുള്ള മാവ് കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് 2 കൂടി ഞാൻ വറുത്തെടുത്തു. ഇനി അതും കൂടി എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ ഫൈനലായിട്ട് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. ഓക്കെ, ഒട്ടും എണ്ണ കുടിച്ചിട്ടൊന്നുമില്ല, വളരെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നോക്കിക്കോളൂ, കംപ്ലീറ്റായി. അങ്ങനെ 8 പൊട്ടറ്റോ ചോപ്സും റെഡി. ഇനി വേണമെങ്കിൽ ഈ വൈറ്റ് പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റാം. നോക്കിക്കോളൂ, അപ്പോൾ കറക്റ്റ് കളർ കോൺട്രാസ്റ്റ് അറിയാൻ പറ്റും. ഇനി ഞാനിത് വൈറ്റ് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോകുന്നു. ഒരു കളർ കുറച്ചുകൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏതാണ്ട് ഈ കളറാണ് നമുക്ക് വേണ്ടത്, ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ചോപ്സ് റെഡി. ഓക്കെ, ഇനി ഇതിൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സോസ് കൂട്ടി കഴിക്കാം. ടൊമാറ്റോ സോസ് ഓർ കെച്ചപ്പ്, അത് നല്ല കോമ്പിനേഷനാണ്. ഇനി കാണണ്ടേ അകത്തെ ടെക്സ്ചർ. ഞാൻ കഴിക്കുന്നതെല്ലാം നല്ല ചൂട്. നോക്കാം, കാണിച്ചു തരാം. ഓക്കെ, അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഓ മൈ ഗോഡ്, എന്ത് ചൂടാ! കാണാൻ നല്ല സുന്ദരിയായിരിക്കണം അല്ലേ? അകത്ത് യെല്ലോ കളർ, വെളിയിലൊരു ലൈറ്റ് ഓറഞ്ച്. ഇത്ര കട്ടിയുള്ളൂ കവറിങ്, ഓവറായിട്ട് കവറിങ് ഇല്ല, ആവശ്യത്തിന്. ഇത് കഴിക്കാനായിട്ട് സത്യത്തിൽ കഴിക്കാൻ നന്നായിട്ട് തോന്നും, പക്ഷെ ഭയങ്കര ചൂടാണേ. ഭയങ്കര ചൂടായതിൻ്റെ പ്രശ്നമാണ്. ടേസ്റ്റി. ബോണ്ട കഴിക്കുന്ന മാതിരിയല്ല, എൻ്റയർലി ഡിഫറെൻ്റ് ആട്ടോ ടേസ്റ്റ്. അതുകൊണ്ട് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്യാവശ്യം നല്ല സ്പൈസിയാണ്, ആവശ്യത്തിന് പച്ചമുളകുണ്ട്, പിന്നെ ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. സോസ് കൂട്ടി കഴിക്കാം. മറ്റേ പെർഫെക്റ്റ്. സന്തോഷം. ടേസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. നിങ്ങൾക്ക് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത് കാണുന്ന ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഇരട്ടി സന്തോഷം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് തരിക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരു നല്ല കമൻറ്റ്, ഒരു ലൈക്ക്, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം. ഇനി എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണ്, ഞാനിപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ലല്ലോ, ഇപ്പോൾ ഞാൻ കുറവാണ്. പക്ഷേ നമ്മുടെ സെക്കൻഡ് ചാനലിനെ കുറിച്ചാണ് ഞാനിപ്പോൾ കൂടുതൽ പറയുന്നത്. സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. ഞാൻ ആഴ്ചയിൽ 2 ദിവസമാണ് വീഡിയോസ് ഇടുന്നത്, തേഴ്സ്ഡേസ് ആൻഡ് സൺഡേസ് ഉച്ചയ്ക്ക് 12 മണിക്ക്. അപ്പോൾ കണ്ടിട്ട് അവിടെയും എനിക്ക് ഫീഡ്ബാക്സും കമൻറ്റും ലൈക്കും ഒക്കെ എനിക്ക് കിട്ടിയാൽ വലിയ സന്തോഷമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.